ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദരി അസ്മയിൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ സ്മര്യ പുരുഷനായ ആർ ശങ്കറുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാം. അനുക്രമമായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോവുകയല്ല ചെയ്യുന്നത്. അല്പം നുറുങ്ങുകൾ നമുക്ക് ശ്രവിച്ചു പോകാം. കാലം ഏതാണ്ട് 1925 അനന്തപുരിയിൽ ഒരു സാഹിത്യ പരിഷത്ത് നടക്കുന്നു. അന്നത്തെ കാലം കലാസാഹിത്യാദികൾക്ക് ഏറെ പ്രചാരമുണ്ട്. അത് വളരെ ജനകീയമാണ്. പണ്ഡിത സദസ്സുകളിൽ എത്തുക, അതൊക്കെ നിരീക്ഷിക്കുക, ശ്രവിക്കുക, ഇതൊരു കടമ പോലെ പാമരന്മാരും കരുതിയിരുന്ന കാലം. ആ സാഹിത്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനോ മഹാനായ ഉള്ളൂർ പരമേശ്വരയ്യർ. അദ്ദേഹം ആഢ്യബ്രാഹ്മണനാണ്, മഹാപണ്ഡിതനാണ്, സാഹിത്യ നായകനാണ്. അതോടൊപ്പം നല്ലൊരു ഭരണ പടുവും കൂടിയായിരുന്നു. അപ്പോൾ അവിടെ രാജകീയ കോളേജിന്, മഹാരാജാസ് കോളേജിന് അവധി കൊടുത്തത്രേ. അന്നങ്ങനെയാണ് മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ഈ പ്രജാസഭയിൽ ചില പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിവ് കിട്ടുമ്പോൾ അധ്യാപകർ അവധി കൊടുക്കുമായിരുന്നു. അവർക്കതുപോലൊരു അനുഭവ പരിജ്ഞാനവും കൂടി ഉണ്ടാകട്ടെ. ഈ സാഹിത്യ സമ്മേളനം കൂടുവാൻ കലാശാല വിദ്യാർത്ഥികളും കൂടി എത്തിയിരിക്കുകയാണ്. അവർ വളരെ ജിജ്ഞാസുക്കളാണ്. അതുകൊണ്ട് പ്രാസംഗികർക്ക് ഉത്തരവാദിത്തം കൂടും, ആവേശവും കൂടും. ഉള്ളൂരിൻ്റെ പ്രസംഗം ഒരു ഗംഗാ പ്രവാഹം തന്നെയായിരുന്നു. കാളിദാസൻ മുതൽ ഇങ്ങോട്ട് ആധുനിക സാഹിത്യ പരിശ്രമികളെ എല്ലാം സ്പർശിച്ചുകൊണ്ട്, അദ്ദേഹമാണെങ്കിൽ കേരള സാഹിത്യ ചരിത്രം എഴുതുകയും പരിഷ്കരിക്കുകയും ചെയ്തയാളാണ്. അങ്ങനെ ഒരാളുടെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉപക്രമ പ്രസംഗം അവസാനിച്ചു.
പിന്നീട് പ്രസംഗങ്ങളാണ്. എണ്ണം കുറഞ്ഞ കുറേ പ്രസംഗികരുണ്ട്. അവർക്ക് 20 മിനിറ്റിൽ കൂടുതൽ എടുത്തുകൂടാ എന്ന് അധ്യക്ഷൻ ശാസനം നൽകി. ആ 20 മിനിറ്റ് കൊണ്ട് പറയാവുന്ന രീതിയിൽ എല്ലാവരും അത് അവസാനിപ്പിച്ച് ഉള്ളൂരിനോട് അത്ര ബഹുമാനവും വിധേയത്വവും എല്ലാവർക്കും ഉണ്ട്. അന്ന് ഉപസംഹാര പ്രസംഗമുണ്ട്, അത് അധ്യക്ഷൻ തന്നെയാണ് ചെയ്യുക. അവിടെ ഉണ്ടായ പ്രസംഗങ്ങളെയെല്ലാം ഒന്ന് നിരൂപിച്ച് ഒരു നിഗമനത്തിലെത്തി പിരിയുക. നല്ലൊരു വഴക്കമാണത്. ആ പ്രസംഗങ്ങളെല്ലാം ഉള്ളവരിനെ തൃപ്തിപ്പെടുത്തി എന്ന് തോന്നി. അദ്ദേഹത്തിന്റെ മുഖഭാവം കാണുമ്പോൾ അറിയാം. അദ്ദേഹം അങ്ങനെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സാവകാശം ഇട്ടു ഒന്ന് പ്രസംഗിച്ച് തുടങ്ങാൻ. ആ സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുന്നു. സാധാരണഗതിയിൽ അതിനാരും ധൈര്യപ്പെടാറില്ല. വിശേഷിച്ച് രാജകുടുംബത്തിൽ നിന്ന് പോലും അംഗങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഉള്ളൂർ നോക്കി. കാണുമ്പോൾ അറിയാം വിദ്യാർത്ഥിയാണല്ലോ. ഒത്ത ഉയരം, വിരിഞ്ഞ നെഞ്ച്, ആ മുഖത്താണെങ്കിൽ നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം വിജ്ഞാനത്തിനു വേണ്ടി ഉള്ള ആർത്തി. കൗതുകത്തോടെ എല്ലാവരും നോക്കി. അദ്ദേഹം അധ്യക്ഷവേദിയെയും സദസ്സിനെയും വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് സങ്കടം ഉണർത്തിക്കുകയല്ല ചെയ്തത്, ഒരു കാര്യം പറയുന്നു. മലയാള സാഹിത്യത്തിൽ നിത്യവസന്തത്തിന് തുടക്കമിട്ട മഹാകവി ആശാൻ പിരിഞ്ഞുപോയിട്ട് 1 വർഷമാകുന്നില്ല. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷമാകുന്നില്ല. അദ്ദേഹത്തിന്റെ മഹത് സംഭാവനകളെ കുറിച്ച് ആരെല്ലാം എവിടെയെല്ലാം ഇപ്പോഴും പ്രസംഗിക്കുന്നു. ഇതുപോലൊരു മഹാസദസ്സിൽ ആരും അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കുക പോലും ഉണ്ടായില്ലല്ലോ. അധ്യക്ഷന്റെ ഉപക്രമത്തിൽ ആശാന്റെ ഒരു പേരൊന്ന് സ്പർശിച്ചു പോയി. അതുകൊണ്ട് എനിക്കൊരവസരം തരണം. കുമാരനാശാനെ എനിക്കൊന്ന് അനുസ്മരിക്കണം. ഉള്ളൂർ ഇത് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ക്ഷണനേരത്തെ തന്നെ ആവാമല്ലോ എന്ന് അനുവാദവും കൊടുത്തു. സദസ്യരെല്ലാം കണ്ണിൽ കണ്ണിൽ നോക്കുന്നു. ഈ പയ്യൻ എന്ത് പറയാനാണ്? എത്രയോ പ്രഗത്ഭമതികളാണ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്നത്. നോക്കുമ്പോൾ ഒരു 15-16 വയസ്സ് തോന്നിക്കും, അത്രയേ ഉള്ളൂ. മീശ പോലും പൊടിച്ചിട്ടില്ല. ഉറച്ച ചുവടുവെപ്പോൾ, എന്നാൽ ആ വിനയം കൈവിടാതെ ആ കലാശാല വിദ്യാർത്ഥി വേദിയിലേക്ക് കയറി. ഉള്ളൂരിനെ അർഹിക്കുന്ന ബഹുമാനം കൊടുത്തു വന്ദിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അളന്നു തൂക്കി. ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ആശാൻ അയാളുടെ ഒരു വികാരമാണ്. ദൈവമേ, ആശാന്റെ ആത്മാവ്
ആ വിദ്യാർത്ഥിയിലേക്ക് കയറിയോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിൽ ആശാന്റെ ഈരടികളും ഇതാ ഒഴുകി വരുന്നു. ഈ വിദ്യാർത്ഥി മാന്യനാണ്. സാധാരണ പ്രാസംഗികർക്ക് അനുവദിക്കപ്പെട്ട ആ സമയമെത്തുമ്പോൾ ഇടയ്ക്ക് കയറി അത്യക്ഷം പറയുന്നു, സംസാരിച്ചു കൊള്ളൂ. പക്ഷെ ആ വിദ്യാർത്ഥി ഔചിത്യം കൈവിട്ടില്ല. അല്പം കൂടി സംസാരിച്ച് നമ്മുടെ കവികോകിലത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വണങ്ങി നിന്നപ്പോൾ എല്ലാവരും സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി. എല്ലാവരും കൈയടിച്ചു. അതാണ് കൈയടി. നാമൊക്കെ കാണുന്നത് പോലെ വാശി തീർക്കാൻ വേണ്ടിയുള്ള കൈയടിയല്ല. ആ വിദ്യാർത്ഥി യഥാസ്ഥാനത്ത് വന്നിരിക്കുവോളം ആ കൈയടി തുടർന്നു. ഈ പൈതലാനാരെ അന്വേഷണമായി. എല്ലാവർക്കും ആ പൈതലാനെ പരിചയപ്പെടണം. പലരും പറഞ്ഞു കൊടുക്കുന്നു, നേരിട്ട് ചോദിച്ച് അത് കേൾക്കാൻ കുറഞ്ഞ ആളുകൾക്കല്ലേ സാധിക്കൂ. പേര് കുഞ്ഞിശങ്കരൻ എന്നാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് പുൽത്തൂരാണ് സ്വദേശം. ഇപ്പോൾ BA പഠിക്കുന്നു. ഇന്റർമീഡിയറ്റിന് കൊല്ലത്താണ് പഠിച്ചത്. കുഞ്ഞിശങ്കരന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഏതാണ്ട് 4-ാം തരം കൊണ്ടൊക്കെ നിന്നു പോകേണ്ടതായിരുന്നു. കുഞ്ഞിശങ്കരന്റെ അച്ഛൻ സാധാരണ ഒരു കർഷകനായിരുന്നു. അമ്മയും ഒരു സാധ്വിയായിരുന്നു. കുഞ്ഞിശങ്കരന്റെ രീതികളൊക്കെ നിരീക്ഷിച്ചപ്പോൾ അച്ഛന് മനസ്സിലായി, എത്ര കോരി ഒഴിച്ചാലും ഇവന്റെ കുടം നിറയില്ല. അത്ര ആകാംക്ഷയാണ്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവന്റെ തലയിൽ കയറിയിട്ടുണ്ടോ എന്ന് താൻ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇവൻ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സംശയത്തിന് നിവാരണമുണ്ടാക്കണമെങ്കിൽ താൻ വേറെ പോയി പഠിക്കണം. പരിസരത്തൊന്നും തുറന്നു പഠിക്കാനുള്ള സൗകര്യമില്ല. ആകെയുള്ളത് കൊല്ലത്താണ്. പുത്തൂരിൽ നിന്നും കൊല്ലത്തേക്ക് 7 മൈൽ ദൂരമുണ്ട്. മൈലെന്ന് പറയുമ്പോൾ കിലോമീറ്ററല്ല എന്നും കൂടി ഓർത്തുകൊള്ളണം. ദൈവമേ, ഏതാണ്ട് 9 വയസ്സേ ആകുന്നുള്ളൂ. 9 വയസ്സുള്ള ആ കുട്ടി വെളുപ്പിനെ എഴുന്നേറ്റ് കൊടുക്കുന്നതും കഴിച്ചുകൊണ്ടൊരു നടപ്പാണ്. 7 മൈൽ അങ്ങോട്ട്, 7 മൈൽ ഇങ്ങോട്ട്. പൊതിച്ചോറൊന്നും ഇല്ലായിരുന്നത്രേ. ഇല്ലാത്തത് എങ്ങനെ കൊടുക്കും? ഇല്ലാത്തത് കൊണ്ട് അതിനോട് പൊരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, അന്നവിചാരമല്ലായിരുന്നു കുഞ്ഞിശങ്കരന്റെ മുന്നവിചാരം. ഒരു വേള അച്ഛനും കൂടി എന്തോ ആവശ്യത്തിന് കൊല്ലത്തിന് പോകുമ്പോൾ ഒപ്പം പോയിട്ടുണ്ട്. അന്ന് കുഞ്ഞിശങ്കരന്റെ രീതി മനസ്സിലാക്കി. അച്ഛൻ കവിതകളൊക്കെ പഠിപ്പിക്കും. പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം വിശ്രമിക്കുന്ന വേളയിൽ
ഈ കൊച്ചു കൈപ്പുസ്തകമൊക്കെ എവിടെന്നെങ്കിലും പകർത്തിയെടുത്തുകൊണ്ട് വന്ന് അതൊക്കെ മക്കളെ വായിച്ചു കേൾപ്പിക്കും. ചാഞ്ഞും തിരിഞ്ഞും തിരിഞ്ഞും ഒക്കെ മറ്റ് സഹോദരങ്ങൾ ചിലർക്ക് മയങ്ങി തുടങ്ങുമ്പോൾ കുഞ്ഞുശങ്കരൻ ഒരേ ഇരിപ്പാണ്. അവനത് മുഴുവൻ ശ്രദ്ധിക്കും. അവൻ ഏതാണ്ട് ഒരു ധ്യാനം കഴിഞ്ഞു പോയി കിടക്കുന്നത് പോലാണ്. കിടന്നാലും നേരെ ഉറങ്ങും. ഈ പിതാവും അമ്പരക്കുന്നു. കഴിഞ്ഞ ദിവസം അവനെ പാടിക്കേൽപ്പിച്ച ആശാന്റെ കവിത ഇവരിതാ ഉറക്ക പാടിക്കൊണ്ടാണ് പോകുന്നത്. തെറ്റുന്നുണ്ട്. പിന്നെ മോളി 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 തല ചൊറിഞ്ഞ് അവൻ അത് പിടിച്ചെടുക്കുന്നുണ്ട് വീണ്ടും. ഏതാണ്ട് സ്കൂൾ എത്തുമ്പോഴേക്ക് ഈ കവിത അവൻ മനഃപ്പാടമാക്കിയിരിക്കും. മടുത്തു കഴിയുമ്പോൾ കുറെ നേരം മൗനമായ ഒരു പോക്കുണ്ട്. അത് കഴിയുമ്പോൾ സ്കൂളിൻ്റെ ചില പാഠഭാഗങ്ങളായിരിക്കും ഉരുവിടുക. അത് പിന്നെ എളുപ്പമുണ്ട്. കയ്യിൽ അതിനുള്ള ഒരു കുറിമാനം കാണും. സ്ലേറ്റ് ആയിരിക്കാം, ഓലയായിരിക്കാം. പിതാവ് ഈ പുത്രനെ കുറിച്ച് അഭിമാനം മാത്രമല്ല ആശങ്കയും പൂണ്ടു. ദൈവമേ, ഇവനെ എത്രത്തോളം പഠിപ്പിക്കാൻ സാധിക്കും? അവൻ ജയിച്ചു. അവൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതറിയാം. എന്നാൽ ഇങ്ങനെ ഒരുവനെ അവന്റെ പഠിത്തം മുടക്കിക്കൂടാ. സ്കൂളിൽ വെച്ചൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ വർത്തമാന പത്രങ്ങളൊക്കെ ഇന്നത്തെ പോലെയൊന്നും ആയിട്ടില്ല. അന്ന് ഈ വിദ്യാലയങ്ങളിലൊക്കെ ഈ സാഹിത്യ കളരികളൊക്കെ കാണും. ഈ സാഹിത്യ കളരിയിൽ ഒരു വാർത്ത, ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത വായിച്ചു. എൻ കുമാരൻ BA, എൻ കുമാരൻ BA, കൊല്ലത്തുകാരനായ എൻ കുമാരൻ ഒരാൾ BA പാസ്സായിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. സാഗൂതം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിശങ്കരൻ. വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനിത് കേട്ടിരിക്കുന്നു. പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു കുമാരനുണ്ട്. നമ്മുടെ മഹാകവിയുടെ നിഴൽ പോലെയൊക്കെ ഈ അടുത്ത കാലത്ത് SNDPO ഓഫീസിലൊക്കെ സേവ ചെയ്യുന്നുണ്ട്. സൂചിപ്പിക്കട്ടെ, ഈ എൻ കുമാരനാണ് പിന്നീട് കുമാരനാശാന്റെ പിൻഗാമിയായി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ 2ാം ജനറൽ സെക്രട്ടറി ആകുന്നത്. ഈ കുഞ്ഞിശങ്കരന്റെ മനസ്സിൽ BA എന്ന പദം വന്ന് തറച്ചു. ഞാനും BA-കാരനാകും. അച്ഛന്റെ മുഖം മ്ലാനമായി. എങ്ങനെ വിടും? നമ്മെക്കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഒരു ചെറിയ തേക്കം കേട്ടോ. രാമൻ അച്ഛന്റെ പേരാണ്. അദ്ദേഹം നോക്കിയപ്പോ മുണ്ടിന്റെ കൊന്തല കൊണ്ടൊരാൾ കണ്ണു തുടയ്ക്കുന്നു. ആ പെറ്റമ്മ. ഈ മകന് പല പുരാണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ അമ്മയാണ്. അയ്യോ, ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതേപടി അവൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരുത്തനെ പഠിപ്പിക്കാതിരുന്നാൽ അത് പാപമല്ലേ? ദൈവം തന്ന നിധി പോലുണ്ട്.
രാമന്റെയും കണ്ണ് നിറഞ്ഞു. ബുദ്ധിമാനായ കുഞ്ഞിശങ്കരൻ ഇത് മനസ്സിലാകുകയല്ല. എന്തോ മൂളിപ്പാട്ടുമൊക്കെ പാടി ഇതൊന്നും താൻ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന മട്ടിൽ കുഞ്ഞിശങ്കരൻ അവിടെ നിന്ന് പോകുന്നു. പോയി അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ്, അമ്മജിയുടെ അനുജത്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വലിയ കുഴപ്പമില്ല. കലാൽ കുത്തക ആ നാട്ടിൽ പിടിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. നല്ല വരുമാനമുണ്ട്. അന്നത്തെ കാലത്ത് പൊതുജന വിശ്വാസം നേടിയ ഒരു ചിട്ടിയുടെ കർത്താവും കൂടിയാണ്. കുഞ്ഞിശങ്കരനെ വലിയ കാര്യമാണ്. കുഞ്ഞിശങ്കരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെ നാം കാണേണ്ട ഒരു കാര്യം, പറയേണ്ടതുപോലെ ലക്ഷ്യത്തിൽ കൊള്ളുമാറ് പറയുവാനുള്ള ശങ്കരന്റെ കഴിവ്. ഭാവിയിൽ വിമോചന സമരത്തിന് ഒട്ടും മനസ്സില്ലായിരുന്ന, കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന നെഹ്റു സമ്മതിച്ചത് ആർ ശങ്കറുടെ വാദമുഖത്തിലല്ലേ? അദ്ദേഹം കൊടുത്ത ഒരു ഉറപ്പുണ്ട്, ഇത്തവണ ഇലക്ഷന് നാം ജയിച്ചിരിക്കും. നെഹ്റുവിന് അത് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നെഹ്റുവിനെ അങ്ങനെ വിശ്വസിപ്പിക്കാനൊക്കെ പാടാണ്, വലിയ പാടാണ്. നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ആളൊരു ജീനിയസ് തന്നെയായിരുന്നു. ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ മുളക്കരുത്താണ് നമ്മളിവിടെ കാണുന്നത്. കുഞ്ഞിശങ്കരൻ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? കുഞ്ഞിശങ്കരൻ പഠിക്കാവുന്നിടത്തോളം പഠിച്ചുകൊള്ളൂ. ഓ, ശങ്കരന് സന്തോഷമായി. വീട്ടിൽ വന്നപ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണ്. കുട്ടി ഏറെക്കുറെ അങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് തേടേണ്ടിയൊന്നും വന്നില്ല. ഓടിച്ചെന്നപാടെ അച്ഛനോട് പറഞ്ഞു, ചിറ്റപ്പൻ പഠിച്ചോളാൻ പറഞ്ഞിരിക്കുന്നു. നെഞ്ചത്ത് കൈവച്ചു. തൻ്റെ അനുജന്റെ ഉദാര മനസ്സിന് നന്ദി പറഞ്ഞു. ശങ്കർ, അന്നത്തെ കാലം ഓർക്കണം. പ്രവേശനമൊക്കെ ഈഴവർക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ പാടാണ്. ഏതായാലും കിട്ടി. അർഹതപ്പെട്ടത് കിട്ടാതിരിക്കില്ലല്ലോ. അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്ലാസ്സിൽ ചേർന്ന് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ സാഹിത്യ സമ്മേളനം നടക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ശരീരം, ആ രൂപസൗഭകം, മുഖത്തെ ആ സവിശേഷ കല, ഒരു കുശുകുശുപ്പ് അവിടെ നടക്കാതിരുന്നില്ല. പണ്ട് സ്വാമിത്തപ്പാദങ്ങളെ തീവണ്ടിയിൽ വെച്ച് കണ്ട ഒരു തിരുമേനിക്ക് ജിജ്ഞാസ എന്തായിരുന്നു? ആളെ കണ്ടിട്ട് നല്ല യോഗ്യനാണെന്ന് തോന്നുന്നു, ഇത് ആരാണ് എന്നറിയാനുള്ള ഒരു കൗതുകം. അതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. കണ്ടാലറിയില്ലെങ്കിൽ കേട്ടാലറിയുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് മുമ്പിൽ അത്
അവസാനിക്കും. ഇവിടത്തെ പാദങ്ങളോളം വരില്ല. ആളുകൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് പുത്തൂർക്കാരനൊരു ഈഴവനാണ്. ആള് ഇച്ചിരി മുറ്റാണ്. അന്നേരം മുതൽ മുറ്റായി. അങ്ങനെയുള്ളവർക്കൊക്കെ അടുക്കേണ്ടപ്പോൾ അടുക്കാതിരിക്കാനും പറ്റില്ല, അകൽച്ച പാലിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ ആ വിജ്ഞാന സദസ്സിൽ അടുത്തു പോകും. എന്തിനേറെ പറയുന്നു, കുഞ്ഞു ശങ്കരൻ അവിടെ ഒരു ശ്രദ്ധാപാത്രമായി മാറുകയാണ്. ഇത്രയും പ്രതിഭയുള്ള ഒരാൾ അവിടെ അധ്യാപകർക്ക് ഒരു കൗതുകം തോന്നാതെ ഇരുന്നില്ല. കുഞ്ഞു ശങ്കരൻ എടുത്തിരിക്കുന്നത് സയൻസ്. പറയട്ടെ, ശങ്കർക്ക് ശാസ്ത്രം ഒരു വികാരമായിരുന്നു, അതൊരു ഹരമായിരുന്നു. വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ വിഷയം രസതന്ത്രമായിരുന്നു, കെമിസ്ട്രി. അതിലദ്ദേഹം പാഠപുസ്തകങ്ങളിൽ മാത്രം മുഴുകുകയല്ല ചെയ്തത്. ശങ്കർക്ക് വേണ്ടി തന്നെ അവിടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വരുത്തിയിട്ടുണ്ട് താൽക്കാലികമായി. അപ്പൊ നമ്മൾ ഓർക്കണം, ശങ്കറെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തി പൊക്കിയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതുപോലൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായത്? ഉദ്യമം കൊണ്ട് സാധിക്കും വിദ്യാമാന ധനാദികൾ എന്ന വാചകം, കുമാരനാശാന്റെ വാചകം, ഇപ്പോഴും നമ്മെ അത് തീണ്ടിയിട്ടില്ല. വിവേകോദയത്തിന്റെ തിലകക്കുറിയായി നിന്ന വാചകം, ഉദ്യമം കൊണ്ട് സാധിക്കും വിദ്യാമാനധനാദികൾ, കുമാരനാശാന്റെ മുദ്രാവാക്യമായിരുന്നു. ഈ കുമാരനാശാന്റെ പിൻഗാമിയായിട്ടാണ് ശങ്കർ വരുന്നത് എന്ന് ഇന്നത്തെ സംഭാഷണം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുകയില്ല, തുടർന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ആശാന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, കവിതകളെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കർമ്മ പരിപാടികളെ ഇത്രത്തോളം ആഴത്തിൽ അന്വേഷിച്ചറിഞ്ഞ മറ്റൊരാളില്ല. പ്രിയമുള്ളവരെ, BA പഠനം കഴിഞ്ഞു. പിന്നെ ഒരു ഇടവേളയാണ്. ഒന്നോർക്കണം, അത്യധ്വാനം കൊണ്ട് കുടുംബം പുലർത്തിപ്പോരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന് ഉള്ളിലൊരാശ്വാസമുണ്ടായിരുന്നു, ഇന്റർമീഡിയറ്റ് കഴിയുമ്പോൾ ജോലി കിട്ടും. എത്രയോ പേർക്ക് ജോലി കിട്ടിയിരിക്കുന്നു. പക്ഷെ അവിടം കൊണ്ട് തീരും. അങ്ങനെ ഇതാ ഭാര്യ സഹോദരിയുടെ ഭർത്താവിന്റെ ഔദാര്യത്താൽ ഇതാ BA പാസ്സാക്കിയിരിക്കുന്നു. ഞാൻ BA-കാരനാകുമെന്നാണ്. അതുകൊണ്ടൊരു ചെല്ലപ്പേര് വന്ന് സ്കൂളിൽ വീഴുകയുണ്ടായി, ശങ്കർ BA. ശങ്കർ BA കുട്ടികളും സഹപാഠികളെല്ലാം കളിയാക്കി വിളിക്കുകയാണ്. പക്ഷെ ആ BA കൊണ്ട് നിൽക്കുന്നില്ല. ശങ്കർ പ്രായോഗികമതിയാണ്.
ഇതുവരെ ചിറ്റപ്പം കനിഞ്ഞു. പഠിക്കാവുന്നിടത്തോളം പഠിച്ചുകൊള്ളാൻ അനുവാദവുമുണ്ട്. ശങ്കർ തിരിച്ചറിയുന്നു, തനിക്കിപ്പോൾ 19 വയസ്സായിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കണം, അതിനെന്ത് വഴി? കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാന്യമായൊരു തൊഴിൽ തനിക്ക് തേടി വരിക തന്നെ ചെയ്യും. അന്നത്തെ കാലമാണ്. ആ വഴിക്ക് നീങ്ങണമോ തുടർന്ന് പഠിക്കണമോ? ഏതാനും മാസക്കാലം മൗനിയായി, ചിന്താധീനനായും ഒക്കെ കഴിഞ്ഞുകൂടുകയാണ്. ഒരാശ്വാസവാക്ക് അച്ഛനോ അമ്മയോ പറയുന്നില്ല, അവർക്കൊന്നും പറയാൻ സാധിക്കില്ല. അവരുടെ മാനസികാവസ്ഥ നമ്മളെ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഒരു സമയം ശങ്കർക്ക് തോന്നി, വർക്കല വരെ പോകാം. വർക്കല ശ്രീനിവാസരായരുടെ ഒരു വസ്തു ഉണ്ടായിരുന്നു. അദ്ദേഹം ചെറിയൊരു വിദ്യാലയം കെട്ടിയിരുന്നു. അതെല്ലാം നിന്നുപോയി. ഗുരുദേവൻ അത് വില കൊടുത്ത് വാങ്ങുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ശ്രീനിവാസപുരം എന്ന വർക്കല നാരായണ ഗുരുകുലം ഒക്കെ ഇരിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത്. അവിടെ ഇതാ ഒരു പാഠശാല ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ചുമതല, അതിന്റെ മാനേജറായി ഗുരുദേവൻ നിയോഗിച്ചത് ഗുരുദേവന്റെ പിതാവിന്റെ ബന്ധു. അപ്പൊ ഗുരുദേവന്റെ ബന്ധു എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. നമുക്കെല്ലാവരും ബന്ധുക്കളാണ് എന്നാണ് ഗുരുവിന്റെ മതം. ഗുരുവിന്റെ പിതാവിന്റെ ബന്ധു എന്ന് പറയുമ്പോൾ ബാക്കി ഊഹിച്ചു കൊള്ളണം. എം ഗോവിന്ദൻ ജഡ്ജി. അദ്ദേഹത്തെയാണ് മാനേജരായി നിയമിച്ചിരിക്കുന്നത്. ആ ഇടയ്ക്ക് അവിടെ സമർത്ഥനായ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിച്ചു. അങ്ങനെ ആ ഒഴിവ് വന്ന സമയമായിരുന്നു. നോക്കണം, എല്ലാം കൂടി ഒത്തുവരുന്നു. ഈ വിദ്യാർത്ഥി വരുന്നത്, തനിക്കൊരു അധ്യാപക ജോലി വേണം. ആ 19-കാരൻ്റെ കാര്യങ്ങളുടെ അവതരണവും സംഭാഷണവും ഒക്കെ കേട്ടപ്പോൾ നിയമജ്ഞനും അതിനുപരി പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം പണ്ഡിതനും കൂടിയായിരുന്നു. സംസ്കൃതത്തിൽ, ഇംഗ്ലീഷിൽ പാണ്ഡിത്യമുണ്ടായിരുന്നയാളാണ്. നിയമജ്ഞനാണ്. അദ്ദേഹം മനസ്സിലാക്കി, ഇതിനെ വെറും ഒരു അധ്യാപകനായിട്ട് നിയമിച്ചുകൂടാ. ഇവിടെ ഹെഡ് മാസ്റ്റർ ആകുവാൻ ഇതാ മുൻഗണനാക്രമത്തിൽ മുതിർന്നവരായ 2-3 പേർ നിൽക്കുന്നു. അതിലാരാകുമെന്ന ആകാംക്ഷയിൽ എല്ലാവരും ഇരിക്കുകയാണ്. പക്ഷേ അമ്പരപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഗോവിന്ദൻ ജഡ്ജിയുടെ, അന്ന് ജഡ്ജി ആയിട്ടില്ല, ഗോവിന്ദൻ ജഡ്ജിയുടെ തീരുമാനം വരുന്നു. പുതിയതായി വന്ന ആർ ശങ്കറെ ഹെഡ് മാസ്റ്ററായി നിയമിച്ചിരിക്കുന്നു. ശിവഗിരിയിലേക്ക് പരാതി പോകാതിരിക്കുമോ? തൃപ്പാദങ്ങളുടെ മുമ്പിൽ തന്നെ സങ്കടമെത്താതിരിക്കുമോ? സ്വാഭാവികമായും സ്കൂളിൽ മറ്റ് സഹാധ്യാപകരുടെ ഇടയിലുണ്ടായ ദണ്ഡം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ദിവസം 1, 2, 3 കഴിഞ്ഞപ്പോഴേക്കും
ഗോവിന്ദൻ ജഡ്ജിക്ക് അഭിമാനം തോന്നി. തന്റെ കണ്ടെത്തൽ ശരിയായിരിക്കുന്നു. ഇയാളെ ഒരു പുതുമക്കാരനായിട്ട് തോന്നുകയേയില്ല. എത്ര നയപരമായി ഇടപെട്ടാണ് സഹാധ്യാപകരെ വശത്താക്കിയത്. ഹെഡ്മാസ്റ്ററുടെ ആജ്ഞ ഇതാ ഈ 19കാരന്റെ ഇരട്ടി വയസ്സിലും അധികമുള്ള സഹാധ്യാപകർ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. യഥാർത്ഥ പാണ്ഡിത്യത്തിനും പ്രതിഭയ്ക്കും കഴിവിനും മുമ്പിൽ നന്മയുള്ളവരെല്ലാം വിധേയപ്പെട്ടു പോകും. ഇതില്ലാത്തവരേറെ ഉണ്ടായിരുന്നവരാണ് ശങ്കറെ അപകീർത്തിപ്പെടുത്തിയത്. അതവിടെ നിൽക്കട്ടെ. സത്യത്തിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടലോടെയാണ് ശങ്കർ അവിടെ ചെല്ലുന്നത്. അദ്ദേഹം ഉപരി പഠനമെന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടത് ആയിടയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനങ്ങളിൽ ഒരാഹ്വാനമുണ്ടാകുമായിരുന്നു. ഇന്ത്യക്കാരായ പരമാവധി ആളുകൾ ICS ചേരണം, ഇന്ത്യൻ സിവിൽ സർവീസ്. വിശാലമായ കാഴ്ചപ്പാടോടെ ആണ് ടാഗോർ വിശ്വഭാരതി കെട്ടിപ്പടുക്കുന്നത്. അതിൻ്റെ ധനശേഖരണാർത്ഥമാണ് ടാഗോർ മലയാളക്കരയിലെത്തിയത്. ഏതാണ്ട് കുറെ വർഷങ്ങൾ കൂടി ചെയ്യുമ്പോൾ മറ്റൊരു മഹാൻ വരാതിരിക്കുന്നു, മദൻ മോഹൻ മാളവ്യ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ദൂരെ കാഴ്ചയോടെയാണ് ദേശീയ നേതാക്കൾ. വിഭാഗീയമായി അവരെ നമ്മൾ വിലയിരുത്തിയാൽ പോരെ. ICS പ്രാധാന്യം കുഞ്ഞിശങ്കരൻ മനസ്സിലാക്കി. തയ്യാറെടുക്കണം. ഈ 2-3 വർഷക്കാലത്തെ അധ്യാപനമുണ്ടല്ലോ, ഇത് കേവലം പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു ചെയ്തത്. ICS വേണ്ടി താൻ എന്തെല്ലാം പഠിക്കുന്നു, കണ്ടെത്തുന്നു. ഈ വിജ്ഞാനം അത്രയും കുട്ടികൾക്കും അധ്യാപകർക്കും കൂടി പങ്കുവെക്കുകയായിരുന്നു. ഇതുപോലൊരു മഹാന്റെ നേതൃത്വത്തിൽ നടന്നതാണ് ശിവഗിരി സ്കൂൾ എന്ന് നമ്മൾ എത്ര പേരറിയുന്നു. അദ്ദേഹം ആ പള്ളിക്കൂടത്തിന് വടക്ക് ഭാഗത്ത് ഒരു കൊച്ചുമുറിയിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അതുവഴി കടന്നു പോകുന്നവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മുറിയിൽ ജാലകത്തിലൂടെ അരണ്ട വെളിച്ചം പാതിരാ കഴിഞ്ഞാലും അതിവെളുപ്പിന് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. നേരത്തെ എഴുന്നേറ്റതാണെന്നാണ് ആ പാവങ്ങളുടെ ധാരണ. അല്ല, പഠനത്തിൽ മുഴുകി നേരം വെളുപ്പിക്കും. പിന്നെ ഒരു നടപ്പുണ്ട്. ശിവഗിരിയിലെ ഓവ് വെള്ളത്തിൽ കുളിച്ച് അവിടെ കൊച്ചിരാമന്റെ ഒരു കാപ്പിക്കടയുണ്ട്. അത് പ്രസിദ്ധമാണ്. ഗുരുദേവന്റെ കൽപ്പനപ്രകാരം 2 ചെറുപ്പക്കാർ നടത്തിയ കാപ്പിക്കട. അവിടെ കയറി കാപ്പി കുടിക്കും. തിരിച്ചു വന്ന് പിന്നെ സ്കൂളിന്റെ സമയമായി. അവിടെ അധ്യാപനത്തിൽ മുഴുകും. വൈകുന്നേരം ഒരു നടപ്പുണ്ട്. ശിവഗിരിയിലൂടെയൊക്കെ തിരിഞ്ഞ്
നേരെ തെക്കോട്ട് നടന്ന് എങ്ങനെയോ അവിടെ ഒരു തമിഴനാണെന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു, എന്തുമായിക്കൊള്ളട്ടെ, ഒരാളുടെ ഒരു ഭക്ഷണശാലയുണ്ട്. അവിടെ കയറി വല്ലതും കഴിക്കും. പഠിപ്പിച്ചിങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ. ശങ്കർ സാർ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബഹുമതിയായിരുന്നു അയാൾക്ക്. അവിടെ നല്ല തിരക്കുണ്ടെങ്കിലും ആളുകളെല്ലാം ബഹുമാനത്തോടെ ഒഴിഞ്ഞ് പുഞ്ചിരിയോടെ ശങ്കർ സാറിനെ വരവേറ്റ് തങ്ങൾ ഇരുന്നിടത്ത് തങ്ങളുടെ കുറിയമുണ്ട് വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുക്കും. ഓ, ആ സൗമ്യമായ പുഞ്ചിരിയോടെ ആ വായിൽ നിന്ന് മണിനാദം പോലെ വരുന്ന വാക്ക്, എന്തോ അതിനൊക്കെ ഒരു ആകർഷണീയതയുണ്ട്. വല്ല വിഷയങ്ങളും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശങ്കർ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അതിൻ്റെ ഒരു പൂരണമുണ്ട്. ആ ചായ കുടിക്കുന്നതിനിടയിൽ തർക്കവും സംശയവും എല്ലാം അവിടെ തീരും. ശങ്കർ സാർ വരുന്ന സമയം നോക്കി വീട്ടിലാവതുണ്ടെങ്കിലും ഇവിടെ വന്ന് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നത്രേ. വീട്ടിൽ ചായ ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ശങ്കറുടെ സംഭാഷണം കേൾക്കാൻ. ചില സമയം വരില്ല. എല്ലാവർക്കും സങ്കടാവില്ലേ? ഇദ്ദേഹത്തിനാണേൽ അന്ന് ജോലിയിലൊക്കെ ഒരിച്ചിരെ എന്തോ ഒരു മാന്യം. സാറ് വന്നില്ലല്ലോ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, സമാധാനിപ്പിക്കും. പള്ളിക്കൂടം കാര്യമല്ലേ, കച്ചേരിക്ക് പോകേണ്ടി വരും, പല പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അടുപ്പിച്ച് കാണില്ല. പിന്നെ കാണുമ്പോ വലിയ സന്തോഷമായി. അയ്യോ, സാറിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന പലതും. ഇതെല്ലാം ശങ്കറിന്റെ മുമ്പിൽ നിരക്കുകയായി. കരുതി വെക്കുമായിരുന്നു, അത് സാറിനുള്ളതാണ്. നോക്കൂ, എത്ര ജനകീയനായിരുന്നു. ഇങ്ങനെ ഒരാളാണ് നമ്മളിപ്പം കേരളത്തിലെ രാഷ്ട്രീയ നേതാവ്. പക്ഷെ അങ്ങനല്ല, ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ, അതുപോലെ തന്നെ കാമരാജിന്റെ മനസ്സിൽ ഇതാ തങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കുവാനുള്ള ഒരാളായിട്ടാണ് അവർ കണ്ടത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോകാഞ്ഞിട്ടല്ലേ? ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോകാഞ്ഞിട്ടല്ലേ? അദ്ദേഹത്തിന് സ്വാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എവിടെയെത്തുമായിരുന്നു? ഇന്ദിരാഗാന്ധി AICC പ്രസിഡന്റായിരിക്കുമ്പോൾ, അന്നൊരു വലിയ പദവിയാണത്. പ്രത്യേകിച്ചും നെഹ്റുവിന്റെ മകൾ. നെഹ്റു ജീവിച്ചിരിക്കുന്നു. നെഹ്റുവിനേക്കാൾ കാര്യമായിട്ടാണ് ഇന്ദിരാഗാന്ധി എല്ലാവരും കാണുന്നത്. അവർ കേരളത്തിൽ വന്നപ്പോൾ ശങ്കറുടെ വീട്ടിലാണ് താമസിച്ചത്. ശങ്കറോടൊപ്പം ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന ചിത്രം നമ്മളിൽ പലരും കണ്ടിരിക്കും. അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പമാണ് എറണാകുളം വരെ ശങ്കർ സാർ യാത്ര ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ മുഖഭാവം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയപ്പെടുന്നു. തനിക്ക് പറ്റിയ ഒരാൾ, തനിക്കിതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരാൾ. ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ പോലും കയറിക്കൂടിയ ശങ്കറാണ്.
ക്ഷണമുണ്ടായിട്ടും നിർബന്ധമുണ്ടായിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും ശ്രീനാരായണ ട്രസ്റ്റ് പ്രവർത്തനങ്ങളിൽ മുഴുകിയത്. ആ ത്യാഗത്തെ നമ്മൾ അറിഞ്ഞോ? പ്രിയമുള്ളവരെ, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹത്തിന് അവിടെ വസതി ഉണ്ടായിരുന്ന ഔദ്യോഗിക വസതി. മുഖ്യമന്ത്രി സ്ഥാനം പോയുള്ളൂ എങ്കിലും ഭരണപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് ആ ഒരു പദവിയുണ്ട്, പ്രിവിലേജ് ഉണ്ട്. ആ വീടൊഴിയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ചെയ്തത് എന്താണ്? സാധാരണ ഒരു വാഹനത്തിൽ അദ്ദേഹം വീട്ടിലെത്തി. പലർക്കും അനുഗമിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അനുഗമിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അല്പം സ്വസ്ഥനാകട്ടെ. പോയ കുറേ നാളുകളായിട്ട് എത്ര രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായിരുന്നു ശങ്കർക്കെതിരെ നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം കുടുംബത്തോടൊപ്പം അല്പം ഒന്ന് ആശ്വസിക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിശ്രമം എന്ന നിലയിൽ ആരും അദ്ദേഹത്തെ അനുഗമിക്കരുതെന്നോ അദ്ദേഹത്തെ ശല്യം ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾ, ഒരാഴ്ച മിച്ചം കടന്നുപോയി. കേരള കൗമുദിയിൽ ഒരു വാർത്ത വരുന്നു. ആർ ശങ്കർ SN ട്രസ്റ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്. കോൺഗ്രസ് നേതൃത്വം തരിച്ചിരുന്നു പോയി. ഒതുക്കത്തിൽ ചിലര് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വകതിരിവ് എവിടെ പോയി? ഇതുപോലെ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ച് ഉന്നതിയിലെത്തിച്ച് ആത്മാഭിമാനം പണയം വെക്കാതെ നിലനിന്ന ഇതുപോലൊരു ഉരുക്കു മനുഷ്യൻ, അദ്ദേഹത്തിനു വേണ്ടി പല ആലോചനകളും ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നു. ഇദ്ദേഹം SN ട്രസ്റ്റിന്റെ കേവലം ഒരു സമുദായ കാര്യത്തിൽ, അതിനും SN ട്രസ്റ്റ് എന്ന് ഇന്ന് നമ്മൾ പറയുമ്പോൾ കുറെ അധികം സ്ഥാപനങ്ങളുണ്ട്. അന്നുള്ളത് കോളേജ് മാത്രം, SN ശ്രീനാരായണ കോളേജ്. ശങ്കർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചിലതൊക്കെ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നടപ്പാകണമെങ്കിൽ താൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന സ്ഥിതി. അഥവാ താൻ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമാകില്ല എന്ന് ശങ്കർക്ക് ബോധ്യമായി. ലോകം മുഴുവൻ അറിയുന്ന ആളായി മാറണമോ, അതോ തൻ്റെ സമുദായത്തിന് അടിത്തറ പാകണമോ? ശങ്കർ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇതൊരു മഹാത്യാഗമല്ലേ സഹോദരങ്ങളെ? ഈ മനുഷ്യനെയാണ് അപവാദ വർഷം കൊണ്ട് തോപ്പിക്കാൻ ശ്രമിച്ചത്. പത്രങ്ങളിലൊക്കെ പലതും വരും, പലരുടെയും പ്രസ്ഥാനങ്ങൾ വരും. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയൊക്കെ ചില സമയം ഇരുന്ന് തേങ്ങിക്കരയും. പരിഭവത്തോടെ ചോദിക്കും, ഇതിന് മറുപടി കൊടുക്കണ്ടേ? ഇതിന് മറുപ്രസ്താവന ഇടണ്ടേ? ചെറിയ നെടുവീർപ്പോടെ ശങ്കർ സാർ പറയും, പറയട്ടെ,
അവർ പറഞ്ഞു തീർക്കട്ടെ. ഇതൊക്കെ കാലം തെളിയിക്കില്ലേ ഒരാശ്വാസം, ഒരു പുഞ്ചിരി. ശങ്കർ അതൊന്നും കൂസിയിരുന്നില്ല. ശങ്കർ അതൊന്നും കൂസിയിരുന്നില്ല. ശങ്കറുടെ ഒരു പ്രത്യേകത വ്രണപ്പെടുത്തില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രതിയോഗികളെ ഒരിക്കലും അപമാനിക്കില്ല എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ശങ്കരെക്കുറിച്ചുള്ള പല കുറിമാനങ്ങളും കാണുന്നത്. അത് പരിശോധിക്കേണ്ടതാണ്. ശങ്കറെ കൂടി കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ്. പിന്നീട് കേന്ദ്രമന്ത്രിയായി തീർന്ന, KPCC പ്രസിഡന്റായി തീർന്ന ഒരു മഹാൻ ഈ വാർത്ത കണ്ടു. മറന്നുപോയില്ലല്ലോ. SN ട്രസ്റ്റ് നേതൃത്വത്തിലേക്ക് ശങ്കർ വരുന്നു. വിഡ്ഢിത്തം കാണിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. പെട്ടെന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും നേതാക്കളെയൊക്കെ സംഘടിപ്പിച്ചൊരു വണ്ടിയിൽ ശങ്കറുടെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ആഹാ, ഒരു കൈലി ഉടുത്ത്, ഒരു ബനിയനിട്ട്, ഈ കൈലിയിൽ ചാണകം തെറിക്കാതിരിക്കാൻ പുറമേക്കൊരു തോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തോർത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുള്ളികൾ, കറകളൊക്കെ കണ്ടാൽ അറിയാം, അയ്യോ ഇത് കുറെ നാളായിട്ട് കറ പിടിപ്പിക്കുന്നതാണ്. പശുവിനെയൊക്കെ കുളിപ്പിച്ച് തൊഴുത്തൊക്കെ കഴുകി വെടിപ്പാക്കി ഇതിന്റെ വെള്ളം തോരാൻ ആ മുറ്റത്തൂടെയൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അയച്ചു കെട്ടി. ഓ, നിങ്ങളുടെ സന്തോഷം. ഇതിനെ കൂട്ടിലേക്ക് അഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നേതാക്കളുടെ വരവ്. അമ്പരന്നു. അയ്യോ, ഇത് ശങ്കർ സാറാണോ? അദ്ദേഹം ഏതാണ്ട് കണക്ക് കൂട്ടി ചെയ്യുന്ന പോലാണ് ഓരോ ജോലി. വെകിളി പിടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആ കെട്ടിയതിന്റെ കയറ് തറവഴി കടന്ന് ചവിട്ടുകൊണ്ട് ചാണകം പുരളാനൊന്നും അനുവദിക്കുന്നില്ല. ഒക്കെ നോക്കണോ, എന്തൊരു കൈയടക്കമാണ്. അതെല്ലാം ചെയ്ത് തുണിയൊക്കെ മാറി ഗംഭീരനായി അതിഥികളെ സ്വീകരിച്ചു. അവരുടെ ആദ്യത്തെ അമ്പരപ്പൊക്കെ മാറി. ആദ്യം പൊട്ടിത്തെറിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ ഒരാളെ പ്രസ്ഥാനം ഇപ്പോൾ കാക്ഷിക്കുന്നു. ആ സമയത്ത് നിങ്ങളൊരു സമുദായ വേലയ്ക്ക് പോവുകയാണോ? ശങ്കർ സമുദായത്തെ ന്യായീകരിക്കാനൊന്നും തുനിഞ്ഞില്ല. ശങ്കർ സാധാരണ മട്ടിൽ പറയുകയാണ്. അതിനകത്ത് പരിഭവമില്ല, വിരോധമില്ല, നിരാശയില്ല. ഭവ്യതയോടെ ഇതാ വീട്ടുകാരിയും ഒന്ന് നിൽക്കുന്നു. ദൈവമേ, രാജ്ഞിയെപ്പോലെ തങ്ങൾ മന്ത്രിമന്ദിരത്തിൽ ചെല്ലുമ്പോൾ വണങ്ങിയിരുന്ന ആളാണ്. അതിൻ്റെ പടുതി കാണുമ്പോഴും അറിയാം നല്ല അധ്വാനം ചെയ്യുന്നുണ്ട്. ശങ്കർ സാർ പറഞ്ഞതെന്ത്? ഇടയ്ക്കങ്ങോട്ട് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടം വരെ വരണമെങ്കിലും കാറിന് പെട്രോൾ അടിക്കണ്ടേ? കാറിന് പെട്രോൾ അടിക്കണ്ടേ? മുഖ്യമന്ത്രി, കഴിഞ്ഞ വാരം വരെ മുഖ്യമന്ത്രിയായിരുന്ന ആള് പറയുകയാണ്. എന്നിട്ട് തിരിഞ്ഞൊരു പുഞ്ചിരിയോടെ അതിനും ഇനി ഇയാളെ ബുദ്ധിമുട്ടിക്കണം. അത്യാവശ്യം വ്യക്തിപരമായ കാര്യത്തിനൊക്കെ പുറത്തോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പശുക്കളെ വളർത്തി സമ്പാദിച്ചത് കൊണ്ടാണ് നടന്നിരുന്നത്. ആ മക്കള് പഠിച്ചതുമൊക്കെ പശുവിനെ കറന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറെ കാലത്തേക്ക് എനിക്ക്
വീട് നോക്കാതിരിക്കാൻ പറ്റില്ല. വന്നവർക്ക് എന്ത് പറയാൻ സാധിക്കും എന്ന് മാത്രമല്ല, അവർക്ക് കാര്യം മനസ്സിലായി. ഒരു വലിയ സേവയിലേക്കാണ് ശങ്കർ സാർ ഇറങ്ങാൻ പോകുന്നത്. ആ ദൗത്യം എന്തായിരുന്നു? അനുമതി കിട്ടിയ മലബാർ മുതൽ ഇതാ തെക്ക് കൊല്ലം വരെയുള്ള സ്ഥാനങ്ങളിൽ അനുവദിക്കപ്പെട്ട കലാലയങ്ങൾ. അവിടെയും ശങ്കർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നഗരം കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്നത്തെ കലാശാലകൾ ഉയർന്നു വന്നത് എങ്കിൽ ജനം ബഹുഭൂരിപക്ഷവും താമസിക്കുന്നത് ഉൾനാടുകളിലേക്കാണ് കലാശാലകൾ ചെല്ലേണ്ടത് എന്ന നയം നടപ്പാക്കിയത് ശങ്കറാണ്. ശങ്കർ പഠിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് പല 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 ആനുകൂല്യങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, ക്ഷേമ പരിപാടികളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് ആരാണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കുറെ സി കേശവനിലും ചെല്ലും, ബഹുഭൂരിപക്ഷം ആർ ശങ്കറിലും ചെല്ലും. ഇതിനെക്കുറിച്ച് അതാത് കാലത്ത് അതാതിൻ്റെ വകുപ്പ് മേധാവികളും അതിൻ്റെ ഉപമേധാവികളുമായി ഇരുന്ന വലിയ പ്രഗത്ഭമതികളായ IAS അതുപോലുള്ള ആളുകളൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണ് എങ്കിൽ നമ്മൾ എന്തിനെ വിശ്വസിക്കണം? ഡോക്ടർ PC അലക്സാണ്ടർ, മുതിർന്നവർക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ആർ ശങ്കറുടെ കീഴിൽ ജോലിയെടുത്ത ആളായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഈ വിശാലമായ ഒരു ലോകത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് PC അലക്സാണ്ടറെ ഇതുപോലെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചതിന് കാരണക്കാരൻ ആർ ശങ്കറായിരുന്നു. പ്രിയമുള്ളവരെ, ശങ്കറെക്കുറിച്ച് ഏറെയേറെ പറയാനുണ്ട്. ഒരിക്കൽ നെഹ്റുജിയുടെ അവസാനത്തെ കേരള സന്ദർശനമാണെന്ന് തോന്നുന്നു. അപ്പൊ പലർക്കും ശങ്കർ ഒരു മാർഗതടസ്സമായിരുന്നു. പക്ഷേ ശങ്കർ ഒരിക്കലും ആർക്കും മാർഗതടസ്സം അല്ലായിരുന്നു എന്ന് ശങ്കറുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഈ കൊല്ലം SN കോളേജില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാഷ്ട്രീയമല്ല കേട്ടോ, ഒരു വിദ്യാർത്ഥി വിഭാഗം രൂപം കൊണ്ടു. അതിന് നേതൃത്വം കൊടുത്തയാൾ പുതുശ്ശേരി രാമചന്ദ്രൻ ആയിരുന്നു. ശങ്കർക്കെതിരെ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിച്ചു, ശങ്കറെ തടഞ്ഞു നിർത്തി, മാർഗതടസ്സമുണ്ടാക്കി. എല്ലാവരും പല്ലിറുമ്മി ശങ്കർ സാറിനോട് ധിക്കാരം കാണിക്കുന്നതിൽ കലിവുണ്ട്. പക്ഷേ അവരത് പ്രകടിപ്പിക്കുന്നില്ല. മുഖഭാവം കണ്ടാൽ അറിയാം. യവനെ പുറത്താക്കണം പ്രിൻസിപ്പാൾ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം തലവനായ ശങ്കറുടെ മുമ്പിൽ ഇറങ്ങുമ്പോൾ വലിയൊരു പുഞ്ചിരി. അവൻ മിടുക്കനാണ്, അവനെ പുറത്താക്കണ്ട. തിരുവായ്ക്ക് എതിർവായുണ്ടോ? പുതുശ്ശേരി രാമചന്ദ്രൻ എത്രത്തോളം വളർന്നു എന്ന് സാംസ്കാരിക ലോകം ഉറ്റുനോക്കുന്നവർക്ക് അദ്ദേഹം ഇല്ല, ഏറെക്കുറെ അറിയാവുന്നതാണ്. ഇദ്ദേഹം ഒരിക്കൽ SN കോളേജിൽ ഒരു അപേക്ഷ വെച്ചു അധ്യാപക വൃത്തിക്ക് വേണ്ടി. ബോർഡിനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു. പഠിത്തം തീർന്നു, ഇയാൾ പോയതോടെ കോളേജിലെ ശല്യം തീർന്നു എന്ന് ആശ്വസിച്ചു. ഇപ്പോഴാണ്ട്
ഒരത്യാവസ്ഥാനത്തേക്ക് അപേക്ഷയുമായി വന്നിരിക്കുന്നു. സത്യമല്ല, രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. പുതുശ്ശേരിക്കൊരു ബുദ്ധി തോന്നി. കിട്ടുകയില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ശങ്കർ സാറിന് നേരിട്ടൊരു അപേക്ഷയും കൊടുത്തേക്കാം. കിട്ടില്ലെന്നുറപ്പാണ്. ഒരു കുസൃതിക്ക് ചെയ്തതാണ്. ഇദ്ദേഹം എല്ലാ ബഹുമാനവും നിലനിർത്തി. തൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. കാരണം ക്ലാസ്സിൽ വന്ന് പലതും പറഞ്ഞു തരും. അങ്ങനെ ഈ അപേക്ഷ മേടിച്ചു. ഓ ശങ്കറുടെ സന്തോഷം! ഭവ്യതയോടെ നിന്ന് ആ പൂർവ്വ വിദ്യാർത്ഥിയെ വിളിച്ച് തൻ്റെ ഒപ്പമിരുത്തി തോളിത്തട്ടി അഭിനന്ദിക്കുന്നു. അയ്യോ, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ താഴ്മയോടെ അപേക്ഷിക്കണമോ? അവിടെ ഇരുന്ന് തന്നെ വിളിക്കുന്നു. വിളിച്ച് നേരിട്ട് ഉത്തരവ് കൊടുക്കുന്നു. ഇതായിരുന്നു ആർ ശങ്കർ. ഇതുപോലൊരു സമീപനം വേറെ ആർക്കുണ്ടായിട്ടുണ്ടാവും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ലീഡറായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ആൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനകീയനായിരുന്നു. നെഹ്റുജിയുടെ അവസാന സന്ദർശനം ശങ്കറെ ആ പ്രാദേശിക നേതൃത്വം അല്പം ഒന്ന് തഴഞ്ഞ് വെച്ചിരിക്കുകയാണ്. നെഹ്റുവിന് മുമ്പിൽ തങ്ങളുടെ പത്രാസൊക്കെ ഒന്ന് പ്രകടിപ്പിക്കണമെന്ന കണക്കൂട്ടലോടെ ഇത് ശങ്കറെ അറിയിച്ചു ഒന്നുമില്ല. ശങ്കർ അറിയാതിരിക്കുമോ? നെഹ്റുജി വരുമ്പോൾ, തൻ്റെ നാട്ടിൽ വരുമ്പോൾ താനൊന്ന് പോയി കണ്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മര്യാദ. ഒരു പരിഭവമില്ല. യോ, ഇതാ നെഹ്റു ആ വാഹന വ്യൂഹം വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യസമയത്ത് ശങ്കർ അവിടെ ചെല്ലുന്നു. മാലയും അതും ഇതുമെല്ലാമായി നേതാക്കൾ ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ടൊന്നും ശങ്കറിന് ചെല്ലാൻ പോലും പറ്റില്ല. പക്ഷെ ഇവരവിടെ ഒറ്റപ്പെട്ടു പോയി. ശങ്കർ സാർ വന്നു. ഓ ദൈവമേ, അന്നത്തെ അമ്മമാരുടെയൊക്കെ സാന്നിധ്യം നെഹ്റുജി വരികയാണ്. ദൈവം വരുന്ന പോലെ എല്ലാവരും ശങ്കറിനെ അങ്ങ് പൊതിയുന്നു. ശങ്കർ സൗമ്യമായിട്ട് ഇതെല്ലാം ഇവരോടെല്ലാം പുഞ്ചിരിയോടെ കുശലം പറയുന്നു. ആ സമയത്ത് ഇവർ അമ്പരന്ന് നിൽക്കെ നെഹ്റുവിൻ്റെ വാഹനവ്യൂഹം എത്തിക്കഴിഞ്ഞു. എല്ലാവരും മാലയിടാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും നെഹ്റുജിയുടെ ശ്രദ്ധ അങ്ങോട്ടാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ആർ ശങ്കറെ കാണുന്നു. ഹലോ മിസ്റ്റർ ശങ്കർ. ഓ, കുട്ടിയെ പോലെയായി ശങ്കറിനെ കണ്ടപ്പോൾ നെഹ്റുജി. ചെന്ന് കൈകുലുക്കുന്നു. അതുകൊണ്ട് തൃപ്തിയാകുന്നില്ല. വാരിപ്പടരുന്നു, പുറത്ത് തലോടുന്നു. ദൈവമേ, വികാര നിർഭരമായ നിമിഷം. ഇതാ അടുത്ത നിമിഷം ശങ്കറുടെ കൈ പിടിച്ചിതാ നെഹ്റു മുമ്പോട്ട്. എന്ത് ചെയ്യാൻ പറ്റും? ശങ്കർ ഇതാ മുമ്പോട്ട് ചെന്ന്, ആളിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങി ഇതാ ശങ്കറിന്റെ കഴുത്തിലണിയിക്കുന്നു, കൈകുലുക്കുന്നു. ഫലത്തിൽ ശങ്കറാണ് സ്വീകരിച്ചത്. പ്രോട്ടോകോൾ പലതും തെറ്റി. പക്ഷെ മിണ്ടിയില്ല. മിണ്ടിയാൽ മിണ്ടുന്നവൻ അവിടെ ചെറുതായി പോകും. ഇതായിരുന്നു ശങ്കർ. തലയെടുപ്പുള്ള നായകൻ. അദ്ദേഹത്തെക്കുറിച്ച് 2-3 സംഭാഷണങ്ങളെങ്കിലും നമുക്ക് വേണ്ടിവരും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ സമുദായമോ ഒന്നും നമ്മൾ സ്പർശിക്കുന്നില്ല. ശങ്കർ എന്ന പച്ച മനുഷ്യനെ
പരിചയപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു ഇത്. തുറന്നും എല്ലാവരുടെയും ശ്രദ്ധയെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് ശങ്കറുടെ ധന്യസ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.